മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദരിച്ച് സാംസ്കാരിക കേരളം സ്വരലയയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ മമ്പറത്ത് നവകേരളം വിജയഗാഥ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. നടൻ പ്രകാശ് രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ കമൽ ഹാസൻ ഓൺലൈനായി മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പത്ത് വർഷത്തെ നേതൃത്വത്തിന് പിണറായി വിജയന് സാംസ്കാരിക കേരളത്തിന്റെ ആദരം. സ്നേഹോപകാരമായി മുഖ്യമന്ത്രിക്ക് സാംസ്കാരിക പ്രവർത്തകർ ചേർന്ന് കൈമാറിയത് പള്ളിയോടത്തിന്റെ മാതൃക. ദക്ഷിണേന്ത്യക്ക് കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ പ്രതീക്ഷയായിരുന്നെന്നും ഇനിയുള്ള 5 വർഷവും അത് തുടരണമെന്നാണ് ആഗ്രഹമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത നടൻ പ്രകാശ് രാജ് പറഞ്ഞു. We need leaders for the next few years who will fight this communal center. And I'm here because of Pinarayan sir, who has been a hope for South India for the last 10 years. It is Pinarayan sir here, Stalin in Tamil Nadu, Siddaramaiah in Karnataka, Mamata in Bengal. These are the leaders who are our last hope to stop these fellows. ധർമ്മട മണ്ഡലത്തിലായിരുന്നു തനിക്ക് വോട്ടെങ്കിൽ അത് പിണറായി വിജയന് നൽകുമായിരുന്നുവെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. എന്റെ സമ്മതിദാനം വോട്ടവകാശം ഇവിടെയല്ല, ഞാൻ കണ്ണൂരാണ്. എനിക്ക് ഇവിടെയാണ് സമ്മതിദാനം എങ്കിൽ അത് തീർച്ചയായും ശ്രീ പിണറായി വിജയനായിരിക്കും. ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്ത കമൽഹാസനും പിണറായി വിജയന് ആശംസകൾ നേർന്നു. രാഷ്ട്രീയം തൊഴിലല്ല, ജനസേവനമാണെന്ന് കരുതുന്ന നേതാവാണ് പിണറായി എന്ന് കമൽഹാസൻ പറഞ്ഞു. എഴുത്തുകാരൻ ബെന്യാമൻ, കവി മുരുകൻ കാട്ടാക്കട, നിലമ്പൂർ ആയിഷ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, മധുപാൽ തുടങ്ങിയ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു. സ്വന്തം അമ്മയുടെ വിയോഗ ദുഃഖത്തിനിടയിലും പരിപാടിയിലേക്ക് എത്തിയ പ്രകാശ് രാജിനോട് നന്ദിയെന്ന് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അമ്മയുടെ വേർപാടിന്റെ വിഷമം നമുക്കെല്ലാവർക്കും അറിയാം. അതിനിടയ്ക്കും അദ്ദേഹം ഇവിടെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ് കാണിക്കുന്നത്. അതിനോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലും തീരുന്നതല്ല. റീമ കല്ലിങ്കലും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടി, റാപ്പർ വേടന്റെ സംഗീത പരിപാടി തുടങ്ങിയവയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് മലയാളം, കണ്ണൂർ.